വാടി, എത്ര നേരമായി കാത്തിരിക്കുന്നു. എടി ലവ് മാരേജ് എങ്ങനെ ഇരിക്കുന്നു ഹണിമൂൺ? പ്രേമിച്ചപ്പോ ഉള്ള കിക്കൊന്നും ഇപ്പൊ ഇല്ലടി. അതെന്താടി അങ്ങനെ? വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ വല്ല ആനമുട്ടെന്നാ ഞാൻ വിചാരിച്ചിരുന്നെ. ഒരു ലൈറ്റ് ഓഫ് ലൈറ്റാൻ മാത്രമേ ഉള്ളൂ. എടി കല്യാണം കഴിഞ്ഞിട്ട് 4 മാസമേ ആയുള്ളൂ, അതിനുള്ളിൽ നിനക്ക് മടുത്തോ? പിന്നെ അല്ലാതെ നമുക്ക് മൂട് വന്ന് അടുത്ത് ചെല്ലുമ്പോ പുള്ളിക്കാരൻ കിടന്ന് ഉറങ്ങിയായിരിക്കും. അത് പുള്ളിക്കാരൻ ഒരു മൂട് വരട്ടെ. വരുന്നൊരു വരവുണ്ട്, ഒരു സാരിയും ഒരു അൽവയും മുല്ലപ്പൂവും. എടി പതുക്കെ പറയാം, ഗീത പേടിക്കും. നീ പോടി. എന്താടി ഇത്? ആർക്കാ? ആ പൂച്ചയ്ക്ക് കൊടുത്തിട്ട് വരാം. അതൊന്നും കഴിച്ചു കാണില്ല. ഈടെയായിട്ട് ഇവൾക്ക് പൂച്ചപ്രേമം ഇത്തിരി കൂടുതലാ. ആ പൂച്ച ഒന്ന് ശ്രദ്ധിക്കണം. എത്ര നേരമായി പൂച്ച വിശന്ന് കാത്തിരിക്കുന്നു. എന്നും ഇങ്ങനെ അവരെ പറ്റിച്ചു വരാനാവില്ല. ഇനിയെങ്കിലും സ്വഭാവം മാറ്റിക്കൂടെ? അയ്യോ, നിന്റെ കൈകൊണ്ട് ഒരു ഉരുള കഴിച്ചാലേ എനിക്ക് ചോറിറങ്ങും. ആശ കണ്ടില്ലേ? ആദ്യം കല്യാണം കഴിയട്ടെ, പിന്നെ എന്നും ഞാൻ ഊട്ടാം. മതി മതി, പോയി ഊണ് കഴിക്കൂ. എന്നാണ് ഈ പൂച്ച കൊടുങ്ങുന്നതെന്ന് അറിയില്ല. ഈ സൈക്കിൾ ഒന്ന് തന്നെ. എന്തിനാ? ഒന്ന് എഴുന്നേക്കണം മറ്റേ, എനിക്ക് ആവശ്യമുണ്ട്. അത് പുതിയതാണ്, അത് നശിപ്പിക്കരുത്. അത് നശിപ്പിച്ചാൽ എന്റെ അച്ഛൻ എന്നെ നശിപ്പിക്കും. സൈക്കിൾ പോയി. ഞാൻ തിരിച്ചുപോയ ചരിത്രമില്ല. ഞാനും തിരിച്ചുപോയ ചരിത്രമില്ല. ഓഹോ. വിടണ്ട. ഞാനോ? നോക്കിക്കോ. പുതിയ സൈക്കിളാടാ. മനസ്സിലായി. തിരിച്ചുപോയത് കണ്ടോടാ. ഇപ്പൊ പറ, വണ്ടി പറഞ്ഞ് സൈക്കിൾ എടുക്കടാ, സൈക്കിൾ എടുക്കടാ. സൈക്കിൾ പോച്ചേ. Get it repaired. അയ്യോ, സൈക്കിൾ പോച്ചേ, സൈക്കിൾ പോച്ചേ. 300 രൂപ പോയിട്ട് പോയിരിക്കണ്ട. ആശിപ്പിച്ച് പോയിരിക്കുന്നല്ലേ. അവളുടെ അഹങ്കാരം ഞാൻ അടക്കിയില്ലെങ്കിൽ 3 പേർക്ക് ഒരുമിച്ചാണ് പോണത്. ഏടാ പട്ടികളെ. വലിയ എന്താ ചേട്ടാ അത്? ട്യൂഷന് പോകാൻ നേരമാകുമ്പോഴേ ഇവനൊക്കെ തൂറാൻ വിട്ടുള്ളത്. തെറ്റി വെച്ചിരിക്കില്ല പറഞ്ഞ പോലെ പതിനാറെണ്ണത്തിന്. എല്ലാം നിങ്ങളുടെ കുറ്റമാ. എന്തിനാ ചേച്ചി ചേട്ടനെ ചീത്ത പറയുന്നത്? ഇങ്ങേർക്ക് രാത്രിയിൽ ഉറക്കം വന്നില്ലെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചേ. എന്ത് ചെയ്യും? ഒന്നുമില്ല. കൊച്ചിലെ പള്ളിക്കൂടത്തിൽ പോകാൻ പറഞ്ഞാ ഞാൻ കക്കൂസ് കയറിയിരിക്കും, മുറി വീടി വലിക്കും, അത്യാവശ്യം അച്ഛന്റെ കാശ് പൊട്ടിക്കും, സിനിമയ്ക്ക് പോവും. ഇതൊക്കെ പിള്ളേരെ പറഞ്ഞു കൊടുക്കും. അതൊരു തെറ്റാ. അതാ പിള്ളേരിപ്പൊ ചെയ്യുന്നത്. ചേച്ചി, അപ്പുച്ചേട്ടൻ ഇവിടെ കൊണ്ട് നിർത്തിയത് നന്നായി. എന്ത് വന്നാലും ഇവരൊന്ന് പുറത്തു വിടരുത്. നിന്നേക്ക് ഞാൻ ആപ്പിടിക്കൂടാ. ഗീതേ, എന്താ? ഞങ്ങൾ ഇവിടെ പുതിയതായി താമസിക്കാൻ വന്നതാ. കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ടെന്ന് കേട്ടു. ഈ പിള്ളേരെ കൂടി അങ്ങോട്ട് അയക്കട്ടെ? അതിനെന്താ, അയച്ചോളൂ. ഫീസൊക്കെ എങ്ങനെ? ഞാൻ ഫീസ് വാങ്ങാറില്ല. ഇക്കാലത്ത് ഫീസ് വാങ്ങുന്നവരെ ശരിക്കും പഠിപ്പിക്കുന്നില്ല. നിങ്ങൾ ഫീസ് കൂടെ വാങ്ങാതെ പഠിപ്പിക്കുന്നു. അതിശയമായിരിക്കുന്നു. അതാണ് ഞങ്ങളുടെ ഗീത, മനസ്സിലായോ? ആ ഗീതേ, നിനക്കൊരു ഫോൺ വന്നിട്ടുണ്ട്. ഞാനിതാ വരുന്നു. ഇവരെ ഒന്ന് നോക്കി. നീ പൊയ്ക്കോ, ഞാൻ ഏറ്റു. കുട്ടികളെ, ചേച്ചി എന്നെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കാണ്. എല്ലാവരും നല്ലപോലെ പഠിക്കണം. അമ്മേ, മുള്ളാൻ പോണ. എന്താ കുട്ടി, ഇങ്ങനെ നിരാശപ്പെടുത്തിയാലോ? എന്താ? ഓഫീസ് കാര്യത്തിനായി ഓഡിറ്റർ കാണാൻ പോയായിരുന്നു. വരുന്നതിന് പോയി കളഞ്ഞല്ലോ. ഒന്ന് കണ്ടിരുന്നെങ്കിൽ സുഖമായിട്ട് ഉറങ്ങാമായിരുന്നു. ഇത് പറയാനാണോ വിളിച്ചത്? എന്താ, ബുദ്ധിമുട്ടായോ? അതുകൊണ്ടല്ല, പിള്ളേർക്ക് നാളെ ടെസ്റ്റ് പേപ്പറാണ്, ട്യൂഷൻ കൊടുക്കണം. കരക്കാര് പിള്ളേരോട് ഇത്ര സ്നേഹം കാണിക്കുമ്പോ ഇനി നമുക്ക് 4 എണ്ണം ഉണ്ടായാലോ? 4? അത് മതിയോ? ആ, എന്റെ ജാതപ്രകാരം 4 എണ്ണം ഉണ്ട്. പിന്നെ നിന്റെ ജാതപ്രകാരം 2ഓ 3ഓ ഉണ്ടെങ്കിലും ഇരുന്നോട്ടെ. ആരെങ്കിലും കേൾക്കും. ഫോണിലാണോ ഇതൊക്കെ പറയുന്നത്? ഞാൻ ഫോൺ കട്ട് ചെയ്യും. ഇത് നമുക്ക് ശരിയാവില്ല. ഇന്ന് തന്നെ നിന്റെ വീട്ടിലേക്ക് ഒരു ഫോൺ അപ്ലൈ ചെയ്തിട്ട് വേറെ കാര്യം. എന്താ, ചെയ്തോട്ടെ? ശരി, താങ്ക് യു.
നിങ്ങളുടെ ലീഡർ വരുന്നുണ്ട്. ഇന്ന് അവക്കിട്ടൊരു ഒറ്റമൂലി പ്രയോഗമുണ്ട്. നീ കണ്ടോ? വരുന്നുണ്ട്. എന്താടി ലീഡർ ആയതുകൊണ്ട് എന്നും വൈകി വരാമെന്നാണോ? അതേ, ഡാഡി ഓഫീസിൽ ഡ്രോപ്പ് ചെയ്യാൻ പോയടി, അതുകൊണ്ട് അല്പം വൈകി. ഓഹോ, യെസ്. ഇന്ന് എന്തെങ്കിലും പുതിയ ന്യൂസ് ഉണ്ടോ? ഉണ്ട്. നമ്മുടെ കന്നടക്കാരിയുടെ പേരിൽ ഒരു കേസ്. കേസോ? അതെ, നമ്മുടെ നിയമത്തിനെതിരായി സൈക്കിളിൽ പോയ ഒരുത്തന്റെ കൂടെ കറങ്ങി നടന്നു. എന്താടി പുതിയ ഒരു കംപ്ലൈന്റ്? ഒരാൾ സൈക്കിളിൽ കറങ്ങി നടക്കുന്നത് ഞാനും കണ്ടു. പക്ഷെ ഞാൻ കറങ്ങിയിട്ടില്ല. ആണുങ്ങളെ നമ്മൾ അടക്കിയതല്ലാതെ അവർ നമ്മളെ അടക്കിയത് ചരിത്രത്തിലില്ല. അതുകൊണ്ട് നിന്നെ സെക്രട്ടറി പോസ്റ്റിൽ നിന്ന് ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. അയ്യോ, അയാളെ ഞാൻ വിട്ടേക്കാം. എന്റെ സെക്രട്ടറി പോസ്റ്റ് വിടരുത്. ദാറ്റ് ഈസ് ദി സ്പിരിറ്റ്. കം ഓൺ. ആശ മതിലുമായിട്ട് ഒട്ടിയിരിക്കുന്നല്ലോ, നീ എന്ത് ചെയ്തു? ആശയ്ക്ക് പശ വെച്ചോ? എന്തോ ഒട്ടിയിരിക്കുന്നു. പശ വെച്ചിരിക്കുന്നോടി. കൊച്ചു കള്ള, ഇന്ന് എവിടെയൊക്കെ അന്വേഷിച്ചടാ മോനെ. ഓ, വലിയ ദേഷ്യത്തിലാന്നാ തോന്നുന്നത്. വേണ്ടടാ മോനെ, അധികം ദേഷ്യപ്പെട്ട പ്രഷർ വരും. ഞാൻ പോയാ ശരിയടാ മോനെ, ബെല്ലടിച്ചു ക്ലാസ്സിൽ പോകാം. ഇവന്റെ ധിക്കാരം കണ്ടില്ലേ? ഇവനായിരിക്കും ഇവിടെ പശ വെച്ചിരിക്കുന്നത്. ഇവനെ വിടാൻ പാടില്ല. ഇവനൊരു പാഠം പഠിപ്പിക്കണം. അയ്യോ എന്റെ അമ്മ, നടക്കാൻ വയ്യ. എത്ര ആയാലും എന്റെ ജയ, നീ ധൈര്യവാൻ തന്നെ. ഇതാ പറയുന്നത് ആണുങ്ങളായ തല നിവർന്ന് നടക്കണമെന്ന് മനസ്സിലായോ? മണ്ണിലായി. എന്താടാ ചെയ്തു? ആ ആശയുടെ കരണക്കുറ്റി കടിച്ചു. നമുക്കില്ല ധാർമ്മിക രോഷം അവനുണ്ടായല്ലോ, അത് അപ്രീഷിയേറ്റ് ചെയ്യണം. ഏതാ മണ്ട, അവളുടെ അച്ഛൻ കംപ്ലൈന്റ് ചെയ്താൽ നാളെ പോലീസ് വന്ന് നമ്മളെ ലാത്തി കൊണ്ട് അപ്രീഷിയേറ്റ് ചെയ്യും. ആരെന്ത് പറഞ്ഞാലും അവനാണോടാ നമ്മുടെ കോളേജിലെ ഹീറോ. ആമാ, இன்னைக்கு ஹீரோ, நாளைக்கு சீட்டு போனா ஹீரோ. எப்படியும் இருந்தாலு இந்த கோளேஜ் விட்டு போயிடும். பாவம், ஒரு சென்ட் ஆஃப் பார்ட்டி கொடுத்து விடாம். டேய், ரோசாப்பூ மாலா, ஐஸ்கிரீம் எல்லாம் வாங்கணும். ஆளுக்கு ஒரு 10 ரூபா தா. அப்ப നീ നോം പണം വെക്കാനുള്ള കവർ തരാം. അത് മനസ്സിലിരിക്കട്ടെ. ആദ്യ 10 രൂപ നീ വെക്കണം. എന്നാ പാർട്ടി വേണ്ടടാ. സ്വാമി, ഉണ്ടടാ, ഉണ്ട് ഉണ്ട് ഉണ്ടടാ. എനിക്കാണോ പാർട്ടി? ശരി, നടക്കട്ടെ. ഉപദ്രവിക്കാനാണോ ഭാവം? അല്ല, ക്ഷമയോദിക്കാൻ വന്നതാണ്. എന്താ അതിശയം തോന്നുന്നു? അശേ, നീ വിചാരിക്കുന്നത് പോലെ ഞാൻ ഒരു മൃഗമല്ല. എനിക്ക് മനസാക്ഷിയുണ്ട്. എങ്കിൽ അങ്ങനെ ഒരുത്തൻ എന്തിനെന്നെ അടിച്ചെന്നല്ലേ നീ ചോദിക്കാൻ പോകുന്നത്? പറയും. എന്റെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് നീ എന്നെ അവമാനിച്ചു. ഞാനത് കാര്യമാക്കിയില്ല. പക്ഷേ ഞാൻ വീണത് കണ്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചപ്പോ എന്റെ നിയന്ത്രണം വിട്ടു. ആ ദേഷ്യത്തിൽ ഞാൻ നിന്നെ അടിച്ചു പോയതാണ്. അതെത്ര വലിയ തെറ്റാണെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. അതിന് മാപ്പ് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ തേടി വന്നിരിക്കുന്നത്. നീ എനിക്ക് മാപ്പ് തന്നില്ലെങ്കിൽ ആശേ, കൈയെടുക്കൂ. നീ ക്ഷമിച്ചെന്ന് പറഞ്ഞാല് ഞാൻ കൈയെടുക്കും. ഇനിയും നിനക്കെന്നോട് അലിവ് തോന്നുന്നില്ലേ? മിസ്റ്റർ ജെയിൻ, പ്ലീസ് പ്ലീസ് ആശ. ക്ഷമിച്ചിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. That's good, baby. ഇപ്പൊ എന്ത് പറയുന്നു മക്കളെ? എടാ ജയ, നീ ട്രൂളി കിങ് ഓഫ് കിങ്സ്ഡാ. വല്ല സെന്റ് ഓഫ് പാർട്ടി എന്താകാൻ ഉദ്ദേശമുണ്ടോ? സ്വാമി, മാല വേസ്റ്റായല്ലോ. എടാ മണ്ട, സെന്റ് ഓഫ് പാർട്ടി മാറ്റി ഇപ്പൊ നമ്മുടെ പാർട്ടി ലീഡറാക്കി മാല ഇടാം. ആഹാ, മിസ്റ്റർ ജയൻ ജിന്ദാബാദ്. മിസ്റ്റർ ജയൻ ജിന്ദാബാദ് എന്ന് ഉടനെ ഒട്ടിയല്ലോ.